നമസ്കാരം. നമസ്തേ. ഇറാൻ യു എസ് കരാർ നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട്, ഡിജിറ്റലി സൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഏകദേശം ഇറാന് വേണ്ടിയിട്ട് അമേരിക്ക $300 ബില്യൺ ഇത് നഷ്ടപരിഹാരം നൽകും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അല്ലെങ്കിൽ എന്താ പറയുക, പവർഫുൾ ലോക പോലീസാണെന്ന് അറിയപ്പെടുന്ന അമേരിക്ക ഇറാന് മുമ്പിൽ ഇത്രത്തോളം പരാജയപ്പെടുന്ന ഒരു സംഭവം നമ്മൾ കാണും. ഇപ്പം ഇന്നലെ നടന്ന പരിപാടിയിലടക്കം ഇസ്രായേലിനെതിരെ എന്താ പറയുക, ഞാനില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ട്രംപ് പറയുന്നത്. അപ്പം ഉറ്റ സുഹൃത്തു കൂടിയാണ് ഇസ്രായേലിനെതിരെ തള്ളി പറയുന്നത്. മറുവശത്ത് ഇറാനുമായിട്ടുള്ള യുദ്ധം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല കാര്യങ്ങളും ഒന്നൊന്നും ആയിട്ടില്ല. ഇറാൻ പറഞ്ഞ പോലെ അവർ ഫ്രീസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു, അത് കൊടുക്കാമെന്ന് പറയുന്നു. ന്യൂക്ലിയർ കാര്യത്തിലാണ് ഇപ്പോഴും എവിടെയും എത്തിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ ഘട്ട ചർച്ചയിൽ തീരുമാനമാക്കുമെന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നിലവിൽ ഈ $300 ബില്യൺ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ ഒരു പരാജയമല്ല. എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ട്രംപിനെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഈ യുദ്ധത്തില് വിജയിച്ചു എന്നുള്ളത് ട്രംപിന്റെ വെറും അവകാശവാദവും അതൊരു മിഥ്യാ കാഴ്ചയുമാണ്, ഒരു മായ കാഴ്ചയാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചിട്ടില്ല. ഈ യുദ്ധത്തിൽ അമേരിക്ക അമ്പെ പരാജയപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ സമാധാന ഉടമ്പടിയുടെ അല്ലെങ്കിൽ സമാധാന പദ്ധതിയുടെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്താണ് ഈ സമാധാന പദ്ധതി എന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. സമാധാന പദ്ധതി എന്ന് പറയുന്നത്, ഇപ്പോ ട്രംപും JD വാൻസും, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്, അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സമാധാന പദ്ധതി എന്ന് പറയുന്നത് 60 ദിവസത്തേക്ക് വെടിനിർത്തലാണ്. ഈ 60 ദിവസം കഴിയുമ്പം വിശദമായ ഒരു കരാറ്, ഇപ്പോഴുള്ള കരാറ് തന്നെ, ഇപ്പോഴുള്ളത് ഡ്രാഫ്റ്റ് ആണ്, അത് വിശദമാക്കിക്കൊണ്ട്, അതിന്റെ എല്ലാ വശങ്ങളും വിശദമാക്കിക്കൊണ്ട് ഒരു പുതിയ കരാറ് രണ്ട് അമേരിക്കയുടെയും ഇറാന്റെയും നേതാക്കന്മാർ ഒപ്പിടുന്നതോടുകൂടി പരിപൂർണമായ സമാധാനം നിലവിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയിരുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അമേരിക്ക പിൻവലിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതല്ലാതെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്, അവര് അത് വേറൊരു വശം. പക്ഷേ എങ്കിലും നമ്മുടെ വിലയിരുത്തലും മറുഭാഗത്തിന്റെ വിലയിരുത്തലും പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതായത് ഈ ഒരു വിലയിരുത്തൽ പ്രകാരം അവർ പറയുന്നത്, ഇപ്പോ ഇറാന് റീകൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട്, ഇറാന് യുദ്ധത്തിൽ അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ, ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഭീമമായ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ നഷ്ടപരിഹാരത്തിനായിട്ട് ഇറാന് $300 ബില്യൺ ഒരു റീകൺസ്ട്രക്ഷൻ പാക്കേജാണ് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു ചോദ്യമുണ്ട്, ഈ ഇറാന് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പൈസ ആര് കൊടുക്കും? ഒന്നുകിൽ അമേരിക്കയുടെ നികുതിദായകൻ, ടാക്സ് പെയർ കൊടുക്കുന്ന പൈസ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അങ്ങനെ അമേരിക്കയുടെ ടാക്സ് പെയർ കൊടുക്കുന്ന പൈസ ഇറാന് നഷ്ടപരിഹാരം കൊടുക്കാൻ ട്രംപ് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രംപിന്റെ കാര്യം കട്ടപ്പുകയാകും അമേരിക്കയിൽ. ഇപ്പോൾ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ട്രംപും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ അടങ്ങുന്ന അവരുടെ ഒരു ടീമുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ എന്താണ് നമ്മൾ ഈ റീകൺസ്ട്രക്ഷൻ ഫണ്ട് ഡീറ്റെയിൽസ് പറയുന്നത്. അതായത് ഇറാന്റെ സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ആണ് ഇറാന് വേണ്ടിയിട്ട് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടെ അമേരിക്കയും ഗൾഫും കൂടി ചേർന്ന് ഇറാന് പൈസ കൊടുക്കുമെന്ന്. അതിന് എത്ര ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാവും? കാരണം ഗൾഫിനെ സംബന്ധിച്ച് അത് വലിയൊരു നാണക്കേടാണ്. ഗൾഫ് രാജ്യങ്ങളാണ് ഈ യുദ്ധം ആവശ്യമാണ് എന്നുള്ള തന്നെ ഒരു നിലപാട് അവർക്കുണ്ടായിരുന്നു. കാരണം അവർക്ക്, ഉദാഹരണത്തിന്, ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹുതികളാണ് സൗദിയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഇതുവരെ ആ സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ ഇറാന്റെ പ്രോക്സികൾ നടത്തുന്ന ഈ യുദ്ധത്തിൽ എന്ത് സംഭവിക്കും? അതും ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. ഇത്തരം യുദ്ധങ്ങൾ ഇനി നിർത്തുമോ ഇറാൻ? അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഗൾഫ് അവരുടെ വിലയേറിയ അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിറ്റ് അവർക്ക് കിട്ടിയ ആ ധനം
മുഴുവൻ ഇറാന് വേണ്ടി ചെലവഴിക്കും എനിക്ക് സംശയമുണ്ട്. കാരണം ഇറാനും ഗൾഫും പൂർണ്ണമായ വ്യത്യസ്തമായ കൾച്ചർ തന്നെയുള്ള രാജ്യങ്ങൾ. ഒന്ന് അറബി സംസാരിക്കുന്ന രാജ്യം, GCC മുഴുവൻ അറബി സംസാരിക്കുന്നു, മറ്റേത് പേർഷ്യനാണ്. പേർഷ്യൻ സിവിലൈസേഷനും അറബ് സിവിലൈസേഷനും വ്യത്യസ്തമാണ്. നമ്മൾ ഒരുപക്ഷെ മലയാളികളൊക്കെ ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരേ മതം ഒന്നാണെങ്കിൽ പോലും ഒരാൾ പിന്തുടരുന്ന മതം ജൂറിസ്പ്രൂഡൻസ് ഷിയാകളുടേതാണ്, മറ്റേത് സുന്നിയാണ്. ആ സുന്നികളിൽ തന്നെ പിന്നെ ഒമാനി ലിബാദികളാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. സൗദിയുടെ സ്കൂൾ ഓഫ് ജൂറിസ്പ്രൂഡൻസ് അല്ല ബാക്കി രാജ്യങ്ങൾ പിന്തുടരുന്നത്. ഇവിടെ ഇപ്പം പുറത്തു വരുന്ന മറ്റൊരു വിഷയം, ഇതിൽ ഒരു മാസമായിട്ട് യഥാർത്ഥത്തിൽ ഖത്തർ ഇറാനുമായിട്ട് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ്. ഇപ്പോൾ അമേരിക്ക ഒപ്പിട്ടിരിക്കുന്ന ധാരണ ഖത്തർ ഇറാനും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ധാരണയുടെ ഒരു തുടർച്ചയായിട്ട് ആണെന്നാണ് ഇന്ന് രാവിലെ ഞാൻ CNN-ലൊക്കെ അങ്ങനെയാണ് വാർത്ത കണ്ടത്. അമേരിക്ക ഖത്തറിന് വലിയ നന്ദി പറയുകയും ചെയ്തു. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എന്നിരുന്നാലും ഈ പണം ആര് എവിടുന്ന് സമാഹരിക്കും ചോദ്യമാണ്. അമേരിക്കയിലെ ഹോക്കിഷ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ, അതായത് കഴുകന്മാരെ ഹോക്കിഷ് ഫോറിൻ പോളിസി അവരെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എതിർക്കാണ്. ട്രംപ് തോറ്റു തുന്നം പാടിയിരിക്കുന്നു, അമേരിക്കയുടെ താല്പര്യങ്ങളെ അടിയറവ് വെച്ചിരിക്കുന്നു, ബലി കൊടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള കഠിനമായ പദങ്ങൾ ഉപയോഗിച്ചാണ് അവര് ഈ കരാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ US കോൺഗ്രസിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടായി. ഇത് എനിക്ക് തോന്നുന്നത് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കൻ പ്രസിഡന്റുമാരെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന ഒരു വാട്ടർലൂ ആണ്. പണ്ട് ഡെമോക്രാറ്റായിരുന്ന ജിമ്മി കാർട്ടർ പിന്നീട് റൊണാൾഡ് റീഗനുമായിട്ടുള്ള 80-ലെ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന്റെ മുഖ്യ കാരണം ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയായി. അത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം 78-ലാണെന്ന് തോന്നുന്നു ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അതിനുശേഷം 79-ൽ അമേരിക്കൻ എംബസിയിലെ ഏതാണ്ട് 100-ലധികം ഉദ്യോഗസ്ഥരെ, അതിൽ CIA ചാരന്മാരുണ്ടായിരുന്നു എന്നാണ് ഇറാൻ ആരോപിച്ചത്, അവരുടെ തടവിലാക്കി. ആ തടവിലാക്കിയവരെ മോചിപ്പിക്കാനായിട്ട് അമേരിക്ക ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി. ആ സൈനിക ഓപ്പറേഷൻ പരാജയപ്പെട്ടു, വെടിവെപ്പുണ്ടായി. അമേരിക്കയുടെ സൈനികരും ഈ കമാൻഡോകളും ഹോസ്റ്റേജസും ഇറാന്റെ സൈനികരും ഉൾപ്പെടെ നിരവധി പേര് അതിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ പാളിപ്പോയ ആ ഹോസ്റ്റേജ് ക്രൈസിസ്, ആ റെസ്ക്യൂ ഓപ്പറേഷൻ, അത് പിന്നെ ജിമ്മി കാർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അമേരിക്കയിലെ ജനസ്വാധീനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ജിമ്മി കാർട്ടർ എന്ന വ്യക്തി അതുവരെ അമേരിക്കയിൽ വലിയ മാന്യനായിട്ടും ലോകത്തിൽ തന്നെ വലിയ ആദരവ് നേടിയെടുത്ത ഒരു പ്രസിഡന്റായിരുന്നു. പക്ഷെ ആ ഒരു ഒറ്റ സംഭവത്തോടുകൂടി ജിമ്മി കാർട്ടറുടെ എല്ലാ മാന്യതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള എല്ലാ ആദരവും നഷ്ടപ്പെടുകയുണ്ടായത്. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇത്ര വലിയൊരു സംഭവമാണെന്നും ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷത്തെ പ്രചോദിപ്പിക്കുന്ന ആളായിട്ടൊക്കെ ഉയരാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മുന്നിൽ പരാജയപ്പെട്ടിട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയ നേതാവ് തന്നെ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുക. ഈ ഇരിക്കുന്ന ശരീരം അവിടെ ഉണ്ട്, പക്ഷെ ആത്മാവില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ ഈ ബൈബിളിൽ പറയുന്ന പോലെ ഒരാൾ തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി എന്തൊക്കെ നേടിയിട്ടും എന്ത് ഫലമാണ് എന്നുള്ള ഒരു വാചകമുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാധിച്ചില്ല ഇറാൻ. ഒന്നാമത്തെ ലക്ഷ്യം ഷിയ ഭരണകൂടത്തെ മാറ്റിയിട്ട്, ഖമനേമാരെ മാറ്റിയിട്ട് അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അമേരിക്കൻ അനുകൂല പാവ സർക്കാരിനെ കൊണ്ടുവരണമെന്ന്. പഴയ ഇറാൻ ഭരിച്ചിരുന്ന ഷാ പഹലവിമാരുടെ കുടുംബത്തിൽ നിന്നും അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പാവയായിട്ട് മുന്നിൽ നിർത്തി ചില പ്രസ്താവനകളൊക്കെ ആദ്യം നടത്തി. പിന്നെ ഇപ്പൊ അങ്ങേര് എവിടെ പോയെന്ന് ആർക്ക് പറഞ്ഞു. അതുപോലെ അവിടെ നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ ആയിരുന്നു അമേരിക്കൻ മാധ്യമങ്ങളിൽ. ഇപ്പൊ ആ വാർത്തയൊന്നും കാണുന്നില്ല. എന്ത് സംഭവിച്ചു ആർക്കും അറിയാനില്ല. അതുപോലെ തന്നെ ഇറാന്റെ കൈവശമുള്ള യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആ യുറേനിയത്തിന് എന്ത് സംഭവിച്ചു? ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകൾ അനുസരിച്ച് തന്നെ ഇസ്ഫഹാനിലെ ഇത് സൂക്ഷിച്ചിരുന്ന സെല്ലാറുകളിലേക്കുള്ള വഴികളെല്ലാം തന്നെ ഇറാൻ മനഃപൂർവ്വം സ്ഫോടനം നടത്തി തകർത്ത് കളഞ്ഞു. അതിനു ചുറ്റും
ഇറാൻ മൈനുകൾ പാകിയിരിക്കുന്നു. ഈ മൈനുകൾക്കിടയിലൂടെ ആ യുറേനിയം വീണ്ടെടുക്കുക എന്നുള്ളത് ഇറാന് പോലും ഇനി സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശം തെക്കൻ ഇറാൻ എന്ന് പറയുന്നത് നിരന്തരം ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ ടോപ്പോഗ്രഫി തന്നെ മാറാൻ പോവുകയാണ്. അതായത് ഈ യുറേനിയം എന്നേക്കുമായിട്ട് എല്ലാവർക്കും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഒരു ഭാഗത്തുണ്ട്. അത് ആർക്കെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ഇറാന് മാത്രമേ. ഒരുപക്ഷെ ഇറാന് അത് പല ഭാഗങ്ങളിലായിട്ട് മാറ്റിയിട്ടുണ്ടാകും. ഇനി മറ്റൊരു കാര്യം, അമേരിക്ക ഈ ലോകത്ത് പിന്നെ യുറേനിയം ന്യൂക്ലിയർ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം, 0% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ നിന്നും 20%